ഒരു വീട് വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയാണ്. പിന്നെ വീട് വരുന്നത് നല്ല ഉറപ്പുള്ള ഭൂമിയിലാണോ, വെള്ളപ്പൊക്കം ബാധിക്കാത്ത പ്രദേശത്താണോ, പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു വരുന്ന റോഡിൻ്റെ അളവുകൾ. പിന്നെ നമ്മൾ ഭാവിയിൽ ഈ വീട് വിൽക്കുകയാണെങ്കിൽ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഒരു ലാഭം കൂടി വിൽക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് കൂടിയാവണം വീട് വരേണ്ടത്. ഇന്ന് അത്തരത്തിലുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന സ്ഥലത്താണ്. തേവയ്ക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇൻഫോ പാർക്ക് തന്നെയാണ്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നത്, ദൂരം വരുന്നത്. കൂടാതെ നമ്മുടെ കളമശ്ശേരിയിലേക്ക് പോകാൻ എളുപ്പമാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നും അകലം വരുന്നത്. അതുപോലെ നമ്മുടെ ന്യൂ ആലസ് കോളേജ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ ക്യാൻസർ സെൻറ്റർ കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഒരു പ്രൈം ലൊക്കേഷനിലാണ് വീട് വരുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്ന ഈ കാണുന്ന വലിയ റോഡാണ്. അപ്പോൾ ആക്സസിബിലിറ്റി വളരെ നല്ല രീതിയിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വലിയ ബാൽക്കണിയാണ് വീടിൻ്റെ ഒരു ഭാഗത്ത് വരുന്നത്. അവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു ബോക്സിൽ ധാരാളം ടെക്സ്ചർ വർക്കുകൾ, സിമൻറ്റ് ടെക്സ്ചർ വർക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ഒരു ബോക്സി ടൈപ്പ് ഡിസൈനും വൈറ്റ് കളറാണ് കൂടുതലും അവിടെ കളർ തീമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു 3 ബെഡ്റൂം വീടാണിത്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലെ റോഡ് ഈ കാണുന്നതാണ് വരുന്നത്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ടെക്സ്ചർ വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ GI ഷീറ്റിലൊരു ഡിസൈൻ വർക്കും CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്കും വരുന്നുണ്ട്. ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. ഇവിടെ ഗേറ്റ് GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഒക്കെ ആയിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ CNC മെഷീനിൽ കട്ട് ചെയ്ത ആ ഡിസൈൻ വർക്ക് ഇവിടെ കാണാം. ഈ ഭാഗത്ത് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോൾഡിങ് ഗേറ്റും നൽകിയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാട്ടർ ടാങ്ക് വരുന്നത്. അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷൻ്റെ പോയിന്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ സ്പേസ് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന സിറ്റ് ഔട്ടാണ്. വലിയ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 5-8 കസേരയൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള വലിയ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട്. ഇവിടെ നമുക്കൊരു പില്ലർ വരുന്നുണ്ട്. ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. 2 സ്റ്റെപ്പുകളും കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ്. മെയിൻ ഡോർ തേക്കൂട്ടിലാണ് നൽകിയിരിക്കുന്നത്. കട്ടിലകളും തേക്കൂട്ടിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒറ്റപ്പാളിയുള്ള ഒരു മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. കടന്നു വരാം നമ്മുടെ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിയ സ്പേസ് തന്നെയാണ് ലിവിങ് ഏരിയ. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. മോഡേൺ ഡിസൈനിൽ തന്നെയാണ് ജനലുകൾ വരുന്നത്. പ്ലെയിൻ ഗ്ലാസ് ആണ് അവിടെ ജനലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ വരെ എത്താവുന്ന രീതിയിലുള്ള ലൂവർ ഡിസൈൻ PVCയുടെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയ സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട്. ഇവിടെ മുകളിൽ ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കാണ്. നല്ല ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്തിരിക്കുന്നു. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോബ് ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഇവിടെ നമുക്കൊരു ആർക്കിഡ് ഡ്രൈവ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ നിഷുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യൂരിയോസൊക്കെ വെക്കാവുന്ന ഒരു സ്പേസാണ് ഇത്. മുകളിൽ നമുക്ക് ഈ മൾട്ടിവുഡിൽ CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. വലിയ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റിങ്ങും സൈഡിലായിട്ട് വേറെ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 3 പാളി ജനൽ മാത്രമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറേ സ്റ്റോറേജ് സ്പേസുകൾ കാണാം. അവിടെയെല്ലാം ഇൻവെർട്ടറൊക്കെ വയ്ക്കാനുള്ള സ്പേസുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വറിൻ്റേതാണ്. ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ. 2 മനോഹരമായിട്ടുള്ള ഒരു ടാപ്പുകളും കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിറർ അവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളും നൽകിയിരിക്കുന്നു.
നല്ല മനോഹരമായ രീതിയിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇത് ഒരു കൗണ്ടർ ടോപ്പാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് വലിയ ഹൈറ്റുള്ള ടേബിളുകൾ ഇട്ടാൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വീഡിയോസ് വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാക്വേഡ് ഗ്ലാസ് കൊടുത്തിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഹാൻഡിലാണ്, പ്രൊഫൈൽ ഹാൻഡിലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭംഗിയുള്ള ഒരു ഏരിയയാണ്. നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 4x2 ടൈലുകൾ വെട്രിഫൈഡ് ആണ്. ഇവിടെ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് കളറും ഒരു ഗ്രേ കളറിൻ്റെ ഫിനിഷിങ് വരുന്ന വാൾ ടൈലുകൾ കാണാം. ഈ കബോർഡുകളുടെ ഇടയിൽ അടിയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറും ഒരു വുഡൻ ഡിസൈനുമാണ് നമ്മുടെ കബോർഡുകളുടെ കളറുകളായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സിങ്കും നൽകിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെറിയ രീതിയിൽ നൽകിയിട്ടുണ്ട്. കിച്ചന് തൊട്ടടുത്തായിട്ടൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡോർ തുറന്ന വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാം. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വർക്ക് ഏരിയ. ഇതെല്ലാം ഫുള്ളി കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ GI ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഗ്ലാസ് ടൈപ്പ് ഷീറ്റ് ഉപയോഗിച്ചും കവർ ചെയ്തിരിക്കുന്നു. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇത് നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്ക്. താഴത്തെ നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ബെഡ്റൂമിൻ്റെ ഡോർ ഇതാണ്. വുഡിലാണ് ഡോറ് നൽകിയിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിൻ്റെ അകത്തേക്ക് വരാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണിത്. ഈ രണ്ട് വശത്തും ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലാണ്. അവിടെ ഓരോ പാളികളിലുള്ള ജനൽ നൽകിയിരിക്കുന്നത്. വാർഡ്രോബ് ഇവിടെയാണ് വരുന്നത്. വൈറ്റ് കളർ തീമിലാണ് വാർഡ്രോബ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പാളികളാണ് വരുന്നത്. ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് ഈ ഡോറിൽ തന്നെയാണ്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയ അവിടെ തന്നെയാണ് വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് സ്ക്വയർ ടൈപ്പിൽ പ്ലെയിൻ ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം നമുക്ക് നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് FRP ഡോറുകളാണ്. ഇവിടെ സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. ജാഗ്വാറിൻ്റെതാണ് വാഷ് ബേസിൻ. ഇവിടെ നമുക്ക് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ഐറ്റമായുള്ള ജാഗ്വാറിൻ്റെ തന്നെയാണ്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷവർ ഏരിയയാണ്. അപ്പോൾ വെറ്റും ഡ്രൈയുമായിട്ട് ഈ ഏരിയ തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഷവർ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിൽ നൽകിയിരിക്കുന്ന ഒരു വാഷ്റൂം. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. പോകുമ്പോൾ സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. നമ്മൾ ആദ്യം അത് പറഞ്ഞതാണ്. ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. ടഫൻഡ് ഗ്ലാസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് നല്ല ഈസി ആയിട്ടുള്ള വലിയ സ്റ്റെപ്പുകളാണ് വരുന്നത്. ഇവിടെ ഗ്രാനൈറ്റാണ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റൈസറായി ടൈൽ. അപ്പോൾ നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്കൊരു ജനൽ കാണാം. അതുപോലെ തന്നെ ചെറിയൊരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് മാത്രമാണ് TV യൂണിറ്റിന് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അത് ബാൽക്കണിയിലാണ് ആ ജനലുകൾ വരുന്നത്. കൂടാതെ ഫോൾ സീലിംഗ് വർക്ക് 2 ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അവിടെ LED ലൈറ്റുകൾ, പ്രൊഫൈൽ LEDകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും പ്രൊഫൈൽ LEDകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകളിലേക്ക് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് യൂട്ടിലിറ്റി സ്പേസ് കാണാം. നമുക്ക് നേരെ സ്റ്റെപ്പിന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. അതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ പോയിൻ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഇവിടെ നൽകിയിരിക്കുന്നു. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഭാഗമാണ്. ഇത് ഫുള്ള് ഈ ഏരിയ മുഴുവനായിട്ട് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബേ വിൻഡോ കൺസെപ്റ്റിൽ നൽകിയിട്ടുണ്ട്. ബേ വിൻഡോ സാധാരണ പുറത്തേക്കാണ് നൽകാറ്. ഇവിടെ അകത്ത് ഇരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ്. ഇവിടെ ജനലും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. വലിയ വാർഡ്രോബാണ് വരുന്നത്. 2 ഭാഗത്തും 2 പാളികളിലുള്ള ജനലുകൾ വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് വരുന്നത്. കൂടാതെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ, ഇവിടെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ്, ഒരു മിററും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം.
ബാത്റൂമിൻ്റെ ഡോറ് FRP ഡോറ് തന്നെയാണ് വരുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് വെറ്റ് ഏരിയയാണ്. ഇവിടെയാണ് ഷവർ വരുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂമുകളുടെ അത്ര വലിപ്പം ഈ ബെഡ്റൂമില്ല, പക്ഷേ നല്ലൊരു ബെഡ്റൂമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോൾ സീലിംഗ് വർക്ക് L ഷേപ്പിലാണ് വരുന്നത്. അവിടെ കോവ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. താഴെ നിന്ന് മുകളിൽ വരെ എത്താവുന്ന രീതിയിലുള്ള വാർഡ്രോബ്. ഇതിനൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഈ വാർഡ്രോബിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ഒന്നും നൽകിയിട്ടില്ല. ഈ അവസാന ഭാഗത്ത് വരുമ്പോൾ ഇവിടെയാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെറയുടേതാണ് ക്ലോസറ്റ് വരുന്നത്. സെറയുടെ തന്നെ ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ഇതാണ് വലിയ ഒരു ബാൽക്കണി. ആ സിറ്റ് ഔട്ടിന് മുകളിലാണ് ഈ സ്പേസ് വരുന്നത്. സിറ്റ് ഔട്ട് പോലെ തന്നെ അത്ര സ്പേസിൽ തന്നെയാണ് ഈ ബാൽക്കണിയും നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡ് റെയിൽ കാണാം. പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പാരപ്പറ്റ് വരുന്നത്. അത് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനിലാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് ഈ വീട് വരുന്നത്. നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന നല്ലൊരു വീട്. 4 സെൻറ്റ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. KW വാട്ടർ കണക്ഷനാണ് ഇവിടെ വരുന്നത്. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്ററാണ് ദൂരം. മനോഹരമായിട്ടുള്ള എലവേഷൻ നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു വീട്. ഈ വീടിൻ്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ വീടിൻ്റെ വില 85 ലക്ഷം രൂപയാണ് ബിൽഡർ ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.